ഇതാ നിങ്ങൾക്ക് കാണാം എൻ്റെ ഫേസ്ബുക്ക് പ്രൊഫൈലിന് ബ്ലൂ ടിക്ക് കിട്ടിയിട്ടുണ്ട്. എൻ്റെ പേരിന് തൊട്ടടുത്ത് നിങ്ങൾക്ക് ബ്ലൂ ടിക്ക് കാണാം. ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് വെറും 45 രൂപ ചിലവിൽ വെരിഫൈഡ് ആയിട്ടുള്ള പ്രൊഫൈലാക്കി മാറ്റാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ടുള്ള പ്രയോജനം എന്താണെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇത് എല്ലാവർക്കും ലഭിക്കില്ല. നിങ്ങളുടെ ഒറിജിനൽ പ്രൊഫൈലാണെങ്കിൽ മാത്രം നിങ്ങൾ റിക്വസ്റ്റ് കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് കാശ് നഷ്ടമാകുന്നതാണ്. പിന്നെ പ്രത്യേക കാര്യം ഓർമ്മപ്പെടുത്തുന്നത്, ഇത് വെറും 30 ദിവസത്തേക്കുള്ള ട്രയലാണ് ഫസ്റ്റ് നമുക്ക് 45 രൂപയ്ക്ക് നൽകുന്നത്. പിന്നീട് നമുക്ക് പ്രതിമാസം 638 രൂപയാണെന്ന് തോന്നുന്നു, എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല, കൊടുക്കേണ്ടി വരും. നമുക്ക് ഒരു മാസത്തേക്ക് മതിയെങ്കിൽ, അതായത് ഈ ഒരു മാസം മതിയെങ്കിൽ വെറും 45 രൂപയ്ക്ക് ഇതുപോലെ നമ്മുടെ പ്രൊഫൈല് വെരിഫൈഡ് ആയിട്ടുള്ള ബ്ലൂ ടിക്കുള്ളതാക്കി മാറ്റാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വീഡിയോ വ്യക്തമായി കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ എന്നെ അനുകരിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കാശ് നഷ്ടപ്പെടും. ഗൂഗിൾ പേയിൽ ഓട്ടോ പേ ഒക്കെ ഓഫ് ചെയ്യണം, ആ ഒരു ഓപ്ഷനൊക്കെ ഞാൻ ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ വെറും 45 രൂപയ്ക്ക് എങ്ങനെയാണ് നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് വെരിഫൈഡ് അക്കൗണ്ട് ആക്കി മാറ്റാം എന്നുള്ള കാര്യങ്ങളൊക്കെ വീഡിയോയിൽ പറഞ്ഞു തരാം. ആദ്യം 45 രൂപയുടെ ഈ ഒരു ഓഫർ നിങ്ങൾക്ക് വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. അതിനായിട്ട് നിങ്ങളുടെ ഫേസ്ബുക്ക് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇടതുഭാഗത്തുള്ള പ്രൊഫൈൽ ഐക്കണില്ലേ, അതിലേക്ക് ക്ലിക്ക് ചെയ്യാം. ചിലർക്ക് 3 ലൈൻസ് ആയിരിക്കും. എന്നിട്ട് ഇവിടെ താഴെ നിങ്ങൾക്ക് മെറ്റാ വെരിഫൈഡ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടാവും. അത് കാണുന്നില്ലെങ്കിൽ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. സെറ്റിങ്സ് മുകളിലുണ്ട് കേട്ടോ. സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ വെരിഫിക്കേഷൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ടാവും, അതിലേക്ക് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇത് അക്കൗണ്ട് സെൻറ്ററിൻ്റെ ഓപ്ഷൻ ഓണായി കിട്ടും. അതിൻ്റെ താഴെ മെറ്റ വെരിഫൈഡ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടാവും, അതിലേക്കൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിലേക്കൊന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാം സ്റ്റാർട്ടിങ് അറ്റ് ജസ്റ്റ് 45 രൂപ മാത്രം ഫോർ യുവർ ഫസ്റ്റ് മന്ത് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടാവും. ഇതുപോലെ നമുക്ക് നമ്മുടെ പ്രൊഫൈലിൽ ബ്ലൂ ടിക്ക് വരും. അപ്പോൾ അൺലോക്ക് ബെനിഫിറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും, അതിലേക്ക് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒരു ഓപ്ഷൻ വരും. അവിടെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. അടുത്ത മാസം മുതൽ എത്ര രൂപയാകും എന്നൊക്കെയുള്ള ഡീറ്റെയിൽസ് ഉണ്ട്. നമുക്കൊരു മാസത്തേക്ക് മതിയല്ലോ. അപ്പോൾ ഫസ്റ്റ് 45 രൂപയെ പോകൂ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഞാൻ വ്യക്തമായിട്ട് കാണിച്ചു തരാം. എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് വ്യക്തമായി പറയുന്നത്. ഇനി ഇവിടെ കണ്ടിന്യൂ എന്ന് പറയുന്ന ബട്ടണിലേക്കൊന്ന് നിങ്ങൾ ക്ലിക്ക് ചെയ്യാം. ഇനി ഏത് തരത്തിലാണ് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിക്കും. അതിൽ UPI കൊടുക്കാൻ പാടുള്ളൂ, മറ്റുള്ളത് കൊടുത്താൽ നിങ്ങൾക്ക് ഓട്ടോ പേ ഓഫ് ചെയ്യാൻ പറ്റില്ല, മാസാമാസം പണം കട്ടാകും. അപ്പോൾ UPI മാത്രം കൊടുക്കുക. അതിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗൂഗിൾ പേ ആണോ അല്ല ഫോൺ പേ ആണോ സൗകര്യം, അതനുസരിച്ച് നിങ്ങൾ കൊടുക്കുക. ഞാനിപ്പോൾ ഗൂഗിൾ പേ ആണ് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം എൻ്റെ പേരും ഡീറ്റെയിൽസൊക്കെ വന്നിട്ടുണ്ട്. 45 രൂപ ഫേസ്ബുക്കിൻ്റെ ഈ വെരിഫിക്കേഷന് നമുക്ക് ചിലവാകുന്നതാണ്. ജസ്റ്റ് കണ്ടിന്യൂ കൊടുക്കുക. നിങ്ങൾ അല്പസമയം ഒന്ന് കാത്തിരിക്കണം. അപ്പോൾ അതിൻ്റെ പ്രോസസ്സിങ് നടന്നിട്ട് നിങ്ങൾക്ക് ഇതുപോലൊരു പേജ് ഓപ്പൺ ആയി കിട്ടുന്നതാണ്. ഇവിടെ കാണാം ഫസ്റ്റ് മന്ത് 45, പിന്നീടുള്ള മാസം സബ്സ്ക്രിപ്ഷൻ തുടരണമെങ്കിൽ 639 രൂപ വേണം. നമുക്കൊരു മാസം മതിയല്ലോ. ഇനി ഇവിടെ സബ്സ്ക്രൈബ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും. സബ്സ്ക്രിപ്ഷൻ എടുക്കേണ്ട ഓപ്ഷനാണ്. ജസ്റ്റ് ആ ബട്ടണിലേക്ക് ക്ലിക്ക് ചെയ്തിട്ട് ഫിംഗർ പ്രിൻറ്റോ പാറ്റേണോ കൊടുത്തിട്ട് നമ്മുടെ ഗൂഗിൾ പ്ലേ സ്റ്റോർ ഒന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ഗൂഗിൾ പ്ലേ സ്റ്റോറിനകത്ത് രജിസ്റ്റർ ആയതിനു ശേഷം ഗൂഗിൾ പേയിൽ അടുത്ത മാസത്തെ സബ്സ്ക്രിപ്ഷൻ കൂടി എടുക്കേണ്ട ഒരു ഓപ്ഷൻ ഇതുപോലെ ഓണായി കിട്ടും. ഇത് കണ്ടിന്യൂ ചെയ്താൽ മാത്രമേ നമുക്ക് 45 രൂപയ്ക്ക് ഒരു മാസം കിട്ടും. ഇത് രണ്ടും ഓഫ് ചെയ്യുന്ന ഓപ്ഷൻ കാണിക്കുന്നുണ്ട്, അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക. നിങ്ങളപ്പോൾ ഈ താഴെ കാണുന്ന കണ്ടിന്യൂ ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓട്ടോ പേ ആഡ് ചെയ്യേണ്ട ഒരു ഓപ്ഷൻ ഇതുപോലെ വരും, അതും കണ്ടിന്യൂ ചെയ്യുക. എന്നിട്ട് യെസ് കൊടുക്കുക. ഇനി ലൊക്കേഷൻ കൂടി കൊടുക്കുക. അല്പസമയം കാത്തു നിന്നാൽ ഫോൺ പേ ആണോ ഗൂഗിൾ പേ ആണോ അതിൽ നിങ്ങൾക്ക് UPI പിൻ അടിക്കേണ്ട ഓപ്ഷൻ വരും, അത് കൊടുക്കുക. ഞാൻ കൊടുത്തതിന് ശേഷമുള്ള കാര്യങ്ങൾ കാണിച്ചു തരാം. അല്പസമയം എടുക്കും. ഓട്ടോ പേ ഓപ്ഷൻ സെറ്റാകുന്നത് വരെ ഇതുപോലെ കറങ്ങിക്കൊണ്ടിരിക്കും. ഒന്നും ചെയ്യാതെ നിങ്ങൾ കാത്തിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് പേയ്മെൻറ്റ് സക്സസ്ഫുൾ ആകും. ഇത്രയും ചെയ്താൽ ഗൂഗിൾ പേയിൽ നിന്നോ ഫോൺ പേയിൽ നിന്നോ നിങ്ങൾക്ക് മുകളിൽ ഒരു നോട്ടിഫിക്കേഷൻ വരും, 639 രൂപ ഓട്ടോ പേ സക്സസ്ഫുൾ ആയിട്ടുണ്ടെന്ന്. അത് ഗൂഗിൾ പേയിലെ ഇതാണ്, നിങ്ങളുടെ ബാങ്കിൽ നിന്ന് പിടിച്ചതല്ല. ബാങ്കിൽ നിന്ന് പിടിക്കുന്ന മെസ്സേജ് ഇപ്പോൾ വരുന്നതാണ്. നിങ്ങൾക്ക് കാണാം വെറും 45 രൂപ മാത്രമേ എനിക്ക് ബാങ്കിൽ നിന്ന് പിടിച്ചിട്ടുള്ളൂ. മറ്റേത് ഓട്ടോ പേയുടെ നോട്ടിഫിക്കേഷനാണ്. ബാങ്കിൽ നിന്ന് നിങ്ങൾക്ക് അത്രേ കാശ് പോവുകയുള്ളൂ. ഓക്കെ, ഇനി നിങ്ങൾക്കിവിടെ എസ് എന്ന ബട്ടണിലേക്ക് ഒന്ന് കൊടുക്കുക. പേയ്മെൻറ്റ് സക്സസ്ഫുൾ ആയതിൻ്റെ നോട്ടിഫിക്കേഷനാണ്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ താഴെ കൊടുക്കുക, എന്നിട്ട് ഓക്കെ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ബാക്കപ്പ് മാനേജ് ചെയ്യുന്ന ഓപ്ഷൻ വരും. വേണമെങ്കിൽ മാനേജ് ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ കൊടുത്ത പോലെ നോ താങ്ക്സ് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ചില സമയത്ത് സെയിം പേജ് തന്നെ വരാൻ സാധ്യതയുണ്ട്, അത് എറർ ഉണ്ടായിരിക്കും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ബാക്ക് പോയി ഇതുപോലെ പേജ് ഓൺ ആയി കിട്ടും. എന്നിട്ട് ടിക്ക് മാർക്ക് കൊടുത്തിട്ട് നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ പേര് മാനേജ് ചെയ്യേണ്ട ഓപ്ഷൻ കിട്ടും. നിങ്ങളുടെ ID പ്രൂഫിലുള്ള എന്തെങ്കിലും ഒന്ന് നിങ്ങളുടെ പ്രൊഫൈൽ നെയിമിൽ ഉണ്ടായിരിക്കണം. ഇപ്പോൾ എൻ്റെത് തൻസീർ എന്നുള്ളത് എൻ്റെ ID പ്രൂഫിലുള്ള പേരാണ്. ഹാഷിം ഇല്ല എന്നേ ഉള്ളൂ, ഹാഷിമിന് പകരം TM ആണ്. അങ്ങനെ നിങ്ങളുടെ ID പ്രൂഫിലുള്ള എന്തെങ്കിലും ഒന്ന് നിങ്ങളുടെ പ്രൊഫൈൽ നെയിമിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ എഡിറ്റ് ചെയ്തിട്ട് പേര് ചേഞ്ച് ചെയ്യുക. ഓക്കെ, ഇനി നിങ്ങൾക്ക് പ്രൊഫൈൽ പിക്ചർ
ചെയ്യേണ്ട ഓപ്ഷനാണ്. നിങ്ങളുടെ ഒറിജിനൽ പ്രൊഫൈൽ പിക്ചർ ആണെങ്കിൽ കണ്ടിന്യൂ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ മുഖം കാണുന്ന തരത്തിലുള്ള ഫോട്ടോ അപ്ലോഡ് ചെയ്തതിന് ശേഷം മാത്രം കണ്ടിന്യൂ കൊടുക്കുക. ഇനി നിങ്ങൾക്ക് സബ്സ്ക്രിപ്ഷൻ ചെയ്യേണ്ട ഓപ്ഷനാണ്. ജസ്റ്റ് ആ സബ്സ്ക്രിപ്ഷൻ ബട്ടണിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ID പ്രൂഫ് അപ്ലോഡ് ചെയ്യേണ്ട ഓപ്ഷൻ വരും. ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങളുടെ പേരിലുള്ള ID പ്രൂഫ് ആയിരിക്കണം. ഇനി നിങ്ങൾക്ക് ഏതാണ് നിങ്ങൾ ID പ്രൂഫ് അപ്ലോഡ് ചെയ്യുന്നത്, ഡ്രൈവിംഗ് ലൈസൻസ് ആണോ പാസ്പോർട്ടാണോ എന്താണെന്ന് വെച്ചാൽ അത് ടിക്ക് മാർക്ക് കൊടുത്തിട്ട് നെക്സ്റ്റ് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ ഫോട്ടോ എടുക്കേണ്ട ഒരു ഓപ്ഷൻ കിട്ടും നിങ്ങളുടെ ക്യാമറ ഓപ്പൺ ആയിട്ട്. അപ്പോൾ നിങ്ങളുടെ ID പ്രൂഫ് ഇതുപോലെ നിങ്ങൾ മുന്നിൽ വെച്ച് കൊടുക്കുക. അതിനുശേഷം അത് ഫോട്ടോ ഓട്ടോമാറ്റിക്കലി സ്കാൻ ആകുന്നതാണ്. നിങ്ങളൊന്നും ചെയ്യേണ്ട, സ്കാൻ ആകുന്നത് വരെ കാത്തിരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫോട്ടോ ബട്ടണും ക്ലിക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഫോട്ടോ സ്കാൻ ചെയ്തത് പെർഫെക്റ്റ് ആണെങ്കിൽ നമുക്കിവിടെ സബ്മിറ്റ് ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് അപ്ലോഡ് ആകുന്നതാണ്. അപ്ലോഡ് ആയി കഴിയുന്നത് വരെ നിങ്ങളൊന്ന് കാത്തിരിക്കുക. ഓക്കെ, ഇനി ഐഡൻറ്റിറ്റി വെരിഫൈ ചെയ്യാൻ 48 മണിക്കൂറെങ്കിലും എടുക്കുമെന്നാണ് പറയുന്നത്. ഫിനിഷ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ കാത്തിരിക്കുക. 48 മണിക്കൂറൊന്നും വേണ്ട, ചിലപ്പോൾ 5 മിനിറ്റ്, ചിലപ്പോൾ 1 മണിക്കൂർ കൊണ്ടൊക്കെ വെരിഫിക്കേഷൻ പൂർത്തിയാകും. ചിലപ്പോൾ ലേറ്റ് ആവുന്നേ ഉള്ളൂ. ഇനി പ്രൊഫൈൽ ഓൺ ആക്കി കാണിച്ചു തരാം. ഇതാ, എനിക്ക് ബ്ലൂ ടിക്കും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഇനി ഞാൻ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷമുള്ള കാര്യം കാണിച്ചു തരാം. ഓക്കെ, 5 മിനിറ്റിന് ശേഷമുള്ള ദൃശ്യമാണ് നിങ്ങൾ കാണുന്നത്. എനിക്ക് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്, വെരിഫിക്കേഷൻ സക്സസ്ഫുൾ ആയിട്ടുണ്ട്. നിങ്ങളുടെ ഫേക്ക് അക്കൗണ്ട് ആണെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരില്ല, കാശ് നഷ്ടമാവും. അപ്പോൾ ഒറിജിനൽ അക്കൗണ്ടിൽ നിന്ന് മാത്രം നിങ്ങൾ ട്രൈ ചെയ്യുക. ഓക്കെ, ഇനി ഞാൻ എൻ്റെ പ്രൊഫൈൽ ഒന്ന് ഓൺ ചെയ്ത് കാണിച്ചു തരാം. ഇതാ, എനിക്ക് ബ്ലൂ ടിക്ക് വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വെരിഫിക്കേഷൻ സക്സസ്ഫുൾ ആയിട്ടും ബ്ലൂ ടിക്ക് വരുന്നില്ലെങ്കിൽ ഒന്ന് ഫേസ്ബുക്ക് എക്സിറ്റ് പോയിട്ട് വീണ്ടും തുറക്കുക. അതായത് മുഴുവനായിട്ട് എക്സിറ്റ് പോകണം. എന്നിട്ട് റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങളുടെ വെരിഫൈഡ് ബാഡ്ജ് വരുന്നതാണ് അക്കൗണ്ടിൽ. ഓക്കെ, ഇനി ഓട്ടോ പേ കൂടി ഓഫ് ചെയ്യണം. അതിന് നിങ്ങളുടെ ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേ ഓപ്പൺ ചെയ്യുക, അല്ലെങ്കിൽ അടുത്ത മാസം കാശ് പോകും. എന്നിട്ട് നിങ്ങളുടെ വലതുഭാഗത്തുള്ള പ്രൊഫൈൽ ഐക്കണിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് ഓട്ടോ പേ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും, അതൊന്ന് ഓപ്പൺ ചെയ്യുക. അതിനകത്ത് നിങ്ങൾക്ക് സബ്സ്ക്രിപ്ഷൻ എടുത്ത ഓപ്ഷൻ കാണാം, അത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. അതിൻ്റെ താഴെ നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്യേണ്ട ബട്ടൺ ഉണ്ടാവും. 639 രൂപ അല്ലെങ്കിൽ പോകും. ആ ക്യാൻസൽ അടിക്കുക, ക്യാൻസൽ എനിവേ, എന്നിട്ട് കണ്ടിന്യൂ കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ UPI പിന്ന് ചോദിക്കും, പിന്നടിച്ച് കൊടുക്കുക. അപ്പോൾ ക്യാൻസലേഷൻ സക്സസ്ഫുൾ ആകുന്നത് വരെ കാത്തിരിക്കുക, അല്ലാതെ ബാക്ക് പോകരുത്. അത് ക്യാൻസലേഷൻ സക്സസ്ഫുൾ ആയാൽ നിങ്ങൾക്ക് ഗൂഗിൾ പേയിൽ നിന്ന് അല്ലെങ്കിൽ ഫോൺ പേയിൽ നിന്ന് തന്നെ നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. അല്പസമയം ഒന്ന് കാത്തിരുന്നാൽ ഇതുപോലെ ക്യാൻസലേഷൻ ആയി എന്ന് വരും. ഇതാ, നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്, ക്യാൻസലേഷൻ സക്സസ്ഫുൾ ആയിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് നോക്കാം എന്തെങ്കിലും പേയ്മെൻറ്റ് ഉണ്ടോ എന്ന്. ഇല്ല, ഓക്കെ, സക്സസ്ഫുൾ ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ഗൂഗിൾ പേയുടെ അകത്ത് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് പ്ലേ സ്റ്റോറിനകത്തും ഇതുപോലെ ചെയ്യാനുണ്ട്, അതൊന്ന് കാണിച്ചു തരാം. ഇനി പ്ലേ സ്റ്റോർ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങളുടെ വലതുഭാഗത്തുള്ള പ്രൊഫൈൽ ഐക്കണിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ആൻഡ് സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും. ഇതാ, ഞാനൊന്ന് കാണിച്ചു തരാം. ഓക്കെ, ആ പേയ്മെൻറ്റ് ആൻഡ് സബ്സ്ക്രിപ്ഷൻ ഒന്ന് ഓൺ ചെയ്യുക. അപ്പോൾ അതിനകത്ത് സബ്സ്ക്രിപ്ഷൻസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടാവും. രണ്ടാമതായിട്ട് ആ സബ്സ്ക്രിപ്ഷൻസ് എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫേസ്ബുക്കിൻ്റേത് നിങ്ങൾക്കിതിൽ ആക്റ്റീവായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. ജസ്റ്റ് അതൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അത് ഏതാണ് ഡേറ്റ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ കൃത്യമായിട്ടുണ്ട്. 639 രൂപയുടെ സബ്സ്ക്രിപ്ഷനാണ്. അപ്പോൾ അത് നമുക്ക് വേണ്ട. ക്യാൻസൽ ചെയ്യേണ്ട ഓപ്ഷൻ താഴെയുണ്ട്, ക്യാൻസൽ സബ്സ്ക്രിപ്ഷൻ കൊടുക്കുക. അപ്പോൾ എന്താണ് റീസൺ എന്ന് ചോദിക്കും. അപ്പോൾ ആൻസർ ഒന്നും നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. അവസാനത്തെ ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്തിട്ട് അത് കണ്ടിന്യൂ എന്ന് പറയുന്ന ബട്ടണിലേക്ക് നിങ്ങളൊന്ന് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലൊരു നോട്ടിഫിക്കേഷൻ വരും. അത് അടുത്ത മാസത്തെ സബ്സ്ക്രിപ്ഷനാണ് നമ്മൾ ഓഫ് ചെയ്യുന്നത്. ആ കാര്യങ്ങളൊക്കെ വളരെ വിശദമായിട്ട് ഇതിൽ എഴുതിയിട്ടുണ്ട്. അതായത് ഈ മാസത്തെ നമ്മളെടുത്ത 45 രൂപയുടെ സബ്സ്ക്രിപ്ഷൻ അല്ല, അത് നഷ്ടപ്പെട്ടൊന്നും പോലെ നിങ്ങൾക്ക് ബ്ലൂ ടിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ജസ്റ്റ് നിങ്ങൾ ക്യാൻസൽ ഓപ്ഷൻ കൊടുക്കുക. അത് ക്യാൻസൽഡ് ആയാലും നിങ്ങൾക്ക് ഇതുപോലെ ക്യാൻസൽഡ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണിക്കും. ഇത്രയും ചെയ്താൽ മതി, നിങ്ങളുടെ അടുത്ത മാസത്തെ സബ്സ്ക്രിപ്ഷൻ ഓഫ് ആവുകയും ചെയ്യും. നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസ്ബുക്കിൽ നേരത്തേത്തതുപോലെ തന്നെ, ഞാനിതിപ്പോൾ ജസ്റ്റ് ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് എൻ്റെ പ്രൊഫൈൽ ഒന്ന് കാണിച്ചു തരാം. നമ്മുടെ ബാഡ്ജ്, വെരിഫൈ ബാഡ്ജ് അങ്ങനെ തന്നെ ഉണ്ടാവും. വെറും 45 രൂപയ്ക്ക് നമുക്ക് 1 മാസം വരെ ഈ ബ്ലൂ ടിക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടുന്നതാണ്, ദയവായി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ FTM ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ഗുഡ് ബൈ.